ഞാൻ നിങ്ങളെ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അമ്പഴങ്ങ കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. അമ്പഴങ്ങ അതെ ഇത് കണ്ടോ, ഇവിടെ അമ്പഴങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഈ അമ്പഴങ്ങ പറിക്കും. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കരിവേപ്പില. ഇവിടെ നിന്ന് ഇങ്ങനെ കരിവേപ്പില നിൽക്കുമല്ലേ, ഒരു തണ്ട് അങ്ങോട്ട് ഒടിച്ചെടുക്കുവാണ്. ഒരു കരിവേപ്പിലയുടെ തണ്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുത്ത്, പിന്നെ കുറേ കാന്താരി മുളകുകളെല്ലാം പറിച്ചെടുത്ത്, കുറേ മുളകുകളൊക്കെ ഇവിടെ നിന്ന് പറിച്ചെടുത്ത്. അപ്പോൾ നമ്മൾ തണ്ട അമ്പഴങ്ങ എല്ലാം ചെറുതായിട്ടിങ്ങനെ മാങ്ങ അരിയുന്ന പോലെ അരിഞ്ഞ്, ഇന്നലെ ഞാൻ ഇത് അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ അമ്പഴങ്ങയ്ക്ക് നല്ല കട്ടി, അതുകൊണ്ട് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇച്ചിരി ഉപ്പിലിട്ട് ഇന്നലെ വെച്ചു. പിന്നെ നമ്മുടെ പറമ്പിലെ കരിവേപ്പില, പിന്നെ കുറേ മുളക്. ഞാൻ ഈ ചുമന്ന മുളകെടുത്ത്, കാരണം പിള്ളേർക്കൊക്കെ ചുമന്ന അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ ഇത് കുറച്ചങ്ങ് ഏറെ ഇട്ടിട്ട്, പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഈ വെളുത്തുള്ളി, ഇത് നമ്മുടെ പറമ്പിലെ വെളുത്തുള്ളി പറിച്ചത്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി. അപ്പം നമുക്ക് വേണ്ടത്, ഇവിടെ വേണ്ടത് ഇപ്പം ഇത് അമ്പഴങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, മുളക്, പിന്നെ മുളക് പൊടി, വെളിച്ചെണ്ണ, പിന്നെ ഇത് നമ്മുടെ ഇച്ചിരി ഉലുവ, ഫുള്ള് ഉലുവ, കടുക്, പിന്നെ ഇത് നമ്മുടെ കായപ്പൊടി, പിന്നെ മഞ്ഞൾ. അപ്പം ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി ഉലുവ ഇട്ട് പൊട്ടിക്കും. പിന്നെ നമ്മുടെ മുളക് പൊടി, അതാണ് മെയിൻ, മുളക് പൊടി. പിന്നെ ഉലുവാപ്പൊടി ഇവിടെ വെക്കാൻ ഞാൻ പറഞ്ഞു, ഉലുവാപ്പൊടിയുണ്ട്. ഉലുവാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതൊരുവിധം നല്ല ചൂടായി കഴിയുമ്പം കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് എല്ലാം നല്ല പരുവത്തിനായി കഴിയുമ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും കരിവേപ്പിലയും കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് ഞാനിത് പറയുന്നത് രണ്ട് തരത്തിൽ വെക്കാം. നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഉലുവയും പൊട്ടിച്ചിട്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും കരിവേപ്പിലയും എല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ മുളകും ഉലുവാപ്പൊടിയും ഇട്ട് ചൂടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മുളക് ആദ്യം ഇട്ട് അത് കരിഞ്ഞു പോകും. എന്നിട്ട് അത് നന്നായിട്ടൊരു മിക്സായി കഴിയുമ്പം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത്, ഉലുവാപ്പൊടി ഇവിടെ വെച്ചില്ല ഞാൻ, ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സായി കഴിയുമ്പം പിന്നെ നമ്മുടെ ഇത് അരിഞ്ഞിരിക്കുന്ന അമ്പഴങ്ങ അതിനകത്തോട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എന്തുവാണെന്ന് വെച്ചാൽ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വിനാഗിരി ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഇത് കായം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ പിക്കിള് റെഡിയാണ്. നമ്മുടെ പിക്കിള് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് അത് പൊട്ടി, ഉലുവയും പൊട്ടി. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതായത് മുളക് പഴുത്തു പോയി, ഇത് നമ്മളിതിനകത്തോട്ട് ഇട്ട് വഴറ്റാൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും നന്നായിട്ട് ഗോൾഡൻ കളറായപ്പം ഞാൻ കരിവേപ്പിലയും അതോടൊപ്പം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് അതിവിടെ കിടന്നുകൊണ്ട് വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്നെ ഈ പിക്കിൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ നിങ്ങളെ ഇൻഗ്രീഡിയൻസ് കാണിക്കുകയാണ്. കടുക്, ഉലുവ, കായം, ഉലുവാപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾ പൊടി. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഉപ്പ് കാണിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഉപ്പ് നമ്മുടെ അമ്പഴങ്ങയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഞാനിതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി ഒരു 3 സ്പൂൺ, അതായത് 3 ടീസ്പൂൺ എന്ന് പറയാം, അതും പിന്നെ ഒരു 2 സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്യുന്നതിപ്പോൾ. ചിലർ ഇത് വെള്ളത്തിൽ ചെയ്തിടും, ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ പിക്കിൾ ആക്ച്വലി ഇവിടെ റെഡിയായി. കണ്ടോ, ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കായപ്പൊടി, ഏറ്റവും അവസാനമാണ് കായം ചേർക്കേണ്ടത്. എപ്പോഴുള്ള അതിൻ്റെ സ്മെല്ലും രുചിയുമൊക്കെ നിൽക്കത്തുള്ളൂ. പിന്നെ എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യും, കവർ ചെയ്ത് വെച്ചിട്ട് നാളെ, ഇപ്പോൾ ഫ്രിഡ്ജിലും കുപ്പിയിലും ഒന്നും ആക്കത്തില്ല, നാളെ
ടേസ്റ്റ് ചെയ്തിട്ട് അഥവാ പുളി കുറവാണെങ്കിൽ നാളെ ഇച്ചിരി വിനാഗിരി ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി ഒലിവ് ഓയിലും വേണമെങ്കിൽ നാളെ ചേർക്കാം. നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഈ സ്പൂണിന് 2 സ്പൂൺ ഉലുവാപ്പൊടിയും 1 സ്പൂൺ കായപ്പൊടിയും ഇതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പും കടുകും എല്ലാം. ഇനി നാളെ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണ്, പുളി കുറവാണെങ്കിൽ ഇച്ചിരി നമ്മൾ കുറച്ച് വിനാഗിരി വേണേൽ ചേർക്കാം. പിന്നെ എരിവ് വല്ല കൂടുതലാണെങ്കിൽ ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോൾ പിന്നെ അത് നന്നായിട്ടിരുന്നോളും, കേടാവാതെ. ഞാനത് കുറച്ച് ദിവസം വെളിയിൽ വെക്കും, അത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഓക്കെ. അപ്പം ഇതിപ്പം ഞാൻ ഈ കാണിച്ച ഇതിൽ നമുക്ക് ആപ്പിൾ കൊണ്ട് ഇങ്ങനെ അച്ചാറിടാം, മാങ്ങ കൊണ്ടിടാം, എന്തുകൊണ്ടാണെങ്കിലും ചുമന്ന അച്ചാർ നമുക്കിങ്ങനെ ഇടാൻ പറ്റും. എനിക്ക് പലപ്പോഴും ചർച്ചിലൊക്കെ പിക്കിൾ കോമ്പറ്റീഷനൊക്കെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിങ്ങനെ പിക്കിൾ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഗ്രേപ്സ് കൊണ്ട് വേണേൽ ചെയ്യാം, എന്തുകൊണ്ട് വേണേലും നമുക്ക് ക്യാരറ്റ് കൊണ്ട് ചെയ്യാം. പല സാധനങ്ങൾ കൊണ്ടും സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പിക്കിൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.